റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റാസി വിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ അറിയുന്നവർ ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ അറിയിക്കുക. ഈ വീഡിയോയിൽ 5ാം ക്ലാസ്സിലെ തജ്വീദ് എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നോക്കുന്നത്. ഇവിടെ ആദ്യത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം എന്നാണ്. താഴെ ഒരു 6 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ ഇവിടെ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കുക. ബ്രാക്കറ്റിൽ നിന്ന് ഉത്തരങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി ഓരോന്നിൻ്റെയും താഴേക്ക് എടുത്ത് ഇതാണ് വേണ്ടത്. ഇവിടെ കൊടുത്ത ഉത്തരങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. മഹത്തായ ഇബാദത്താണ്. മദനിയ 10 നന്മ ഖുർആനിൻ്റെ ശാപത്തിന് കാരണമാകും. പിന്നെ മുൻഗാമികളിൽ നിന്ന് പഠിക്കണം. മക്കിയ. ഇതൊക്കെയാണ് ആൻസറുകൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ചോദ്യങ്ങൾ വായിച്ച് നമുക്ക് ഉത്തരങ്ങൾ കണ്ടെത്താം. അതിലൊന്നാമത്തെ ചോദ്യം, ഖുർആനിലെ ഒരക്ഷരം പാരായണം ചെയ്താൽ എന്താണ്? ഇതാണ് അതിൻ്റെ ആൻസർ. 10 നന്മ. ഖുർആനിലെ ഒരക്ഷരം പാരായണം ചെയ്താൽ 10 നന്മ ലഭിക്കും അല്ലേ? അപ്പോൾ അതവിടെ യോജിപ്പിക്കാം. രണ്ടാമത്തത് എന്താണ്? ഒന്നാമത്തേൻ്റെ ഉത്തരം 2 നിയമങ്ങൾ പാലിക്കാതെ ഖുർആൻ ഓതൽ. നിയമങ്ങൾ പാലിക്കാതെ ഖുർആൻ ഓതി എന്താ ഉണ്ടാവുക? അതാണ് അതിൻ്റെ ആൻസർ. ഖുർആനിൻ്റെ ശാപത്തിന് കാരണമാകും. ഖുർആനിൻ്റെ ശാപത്തിന് കാരണമാകും. ഇനി മൂന്നാമത്തത്, ഹിജറക്ക് മുമ്പ് അവതരിക്കപ്പെട്ടത്. ഹിജറക്ക് മുമ്പ് അവതരിക്കപ്പെട്ട സൂറത്തുകൾക്ക് പറയുന്ന പേരെന്താണ്? മക്കിയ. അതാണ് അതിൻ്റെ ആൻസർ. ഹിജറക്ക് ശേഷമാണെങ്കിൽ മദനിയാണ്. അതൊക്കെ നമുക്കറിയാമല്ലോ. മക്കിയ എന്നുള്ളതാണ് ഹിജറക്ക് മുമ്പ് അവതരിക്കപ്പെട്ടത്. അതിനോട് യോജിക്കുന്ന ഉത്തരം. 4 പിൻഗാമികൾ. പിൻഗാമികൾ എന്ത് ചെയ്യണം? ഖുർആൻ പഠിക്കുന്ന കാര്യമാണ് അവിടെ മനസ്സിലാകുന്നത്. എന്താണ്? മുൻഗാമികളിൽ നിന്ന് പഠിക്കണം. പിൻഗാമികൾ. അതിനോട് യോജിക്കുന്നത് മുൻഗാമികളിൽ നിന്ന് പഠിക്കണം. 5ാമത്തത്, നിയമം പാലിച്ചു ഓതൽ. നിയമം പാലിച്ചു ഓതൽ എന്താണ്? മഹത്തായ ഇബാദത്താണ്. ഇതാണ് 5ാമത്തത്. മഹത്തായ ഇബാദത്താണ്. അപ്പോൾ നിയമം പാലിച്ചു ഓതൽ എന്നുള്ളതിന് മഹത്തായ ഇബാദത്താണ്. അതവിടെ യോജിപ്പിക്കാം. 6ാമത്തത്, ഹിജറക്ക് ശേഷം അവതരിപ്പിക്കപ്പെട്ടത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് മദനിയ. നേരത്തെ മുമ്പ് ഹിജറക്ക് മുമ്പ് അവതരിക്കപ്പെട്ടത് ചോദിച്ചിരുന്നു. അത് മക്കിയ. പിന്നെ ഹിജറക്ക് ശേഷം അവതരിക്കപ്പെട്ടത് മദനിയ. അപ്പോൾ അതങ്ങനെ യോജിപ്പിക്കാം. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം എന്നുള്ളതാണ്. താഴെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ എഴുതി കൊടുക്കുക. അതിലൊന്നാമത്തെ ചോദ്യം, ശ്രേഷ്ഠമായ ഇബാദത്താണ് എന്ത്? ശ്രേഷ്ഠമായ ഇബാദത്താണ് എന്ത്? അതിൻ്റെ ആൻസർ ഇതാണ്. അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൽ, അല്ലെങ്കിൽ പിന്നെ പാരായണം ചെയ്യുന്നത്, അങ്ങനെയൊക്കെ എഴുതാം. അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് ശ്രേഷ്ഠമായ ഇബാദത്താണ്. രണ്ടാമത്തത്, തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? തിലാവത്തിൻ്റെ സുജൂദ് അഥവാ ഖുർആനിലെ ചില ആയത്തുകൾ ഓതിയാൽ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യൽ വളരെ ശ്രേഷ്ഠമാണ്, സുന്നത്താണ്, നമ്മൾ പഠിച്ചു. ഇനി സുജൂദ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്, അതിന് സാധിച്ചില്ല എങ്കിൽ അതിന് പകരം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് 4 പ്രാവശ്യം പറയലാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നാണ് പറയേണ്ടത്. ഇനി മൂന്നാമത്തത്, തജ്വീദ് എന്ന് പറയുന്നു ഏതിന്? എന്താണ് തജ്വീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ തജ്വീദ് എന്ന് പറയുന്നു ഏതിന്? അതേപോലെ വ്യക്തമാക്കുക തജ്വീദ് എന്നൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം എന്താണ്? അക്ഷരങ്ങളുടെ ഉച്ചാരണ നിയമങ്ങൾ പാലിച്ച് മനോഹരമായി ഖുർആൻ ഓതുന്നതിനാണ് തജ്വീദ് എന്ന് പറയുന്നത് അല്ലേ? എന്താണ്? അക്ഷരങ്ങളുടെ ഉച്ചാരണ നിയമങ്ങൾ പാലിച്ച് മനോഹരമായി ഖുർആൻ ഓതുന്നതിന്. അപ്പം അങ്ങനെ എഴുതാം. 4ാമത്തത്, ഇൽമു തജ്വീദ് എന്ന് പറയുന്നു ഏതിന്? ഇൽമു തജ്വീദ്. തജ്വീദും ഇൽമു തജ്വീദും വ്യത്യാസമുണ്ട്, ശ്രദ്ധിക്കണം. ഇൽമു തജ്വീദ് എന്ന് പറയുന്ന ഏതിൻ്റെ? അതിൻ്റെ ആൻസർ ഇതാണ്. ഖുർആൻ പാരായണ നിയമങ്ങൾ ചർച്ച ചെയ്യുന്ന വിജ്ഞാന ശാഖയാണ് ഇൽമു തജ്വീദ്. അപ്പോൾ അതങ്ങനെ എഴുതാം. എന്താണ് ഇൽമു തജ്വീദ്? ഖുർആൻ പാരായണ നിയമങ്ങൾ ചർച്ച ചെയ്യുന്ന വിജ്ഞാന ശാഖ. അങ്ങനെ എഴുതിയാലും മതി. ഇനി അടുത്തൊരു ആക്ടിവിറ്റി മൂന്നാമത്തത്, എണ്ണം എഴുതി കള്ളികൾ പൂർത്തിയാക്കാം എന്നാണ്. എണ്ണം എഴുതി കള്ളികൾ പൂർത്തിയാക്കാം. ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ എണ്ണം ഈ ഭാഗത്തേക്ക് എഴുതിയാൽ മതി. കള്ളി ഇവിടെ കൊടുത്തിട്ടുണ്ട്.
അതിലൊന്നാമത്തേത് എന്താണ്? ഖുർആനിലെ ആകെ സൂറത്ത്. ഖുർആനിലെ ആകെ എത്ര സൂറത്തുണ്ട്? 114 സൂറത്തുകളാണുള്ളത്. അപ്പോൾ അതങ്ങനെ ഇതാ. രണ്ടാമത്തേത് ആ 114 സൂറത്തുകൾ മദനിയ അഥവാ ഹിജറയ്ക്ക് ശേഷം അവതരിച്ചത് എത്രനാണ്? അത് 28 അല്ലേ. മൂന്നാമത്തേത് മക്കിയ, ഹിജറയ്ക്ക് മുമ്പ് അവതരിച്ചത് എത്രനാണ്? അത് 86 ഈ 86 പിന്നെ 28 വട കൂട്ടുമ്പോൾ എന്തായി? 114. ഇനി നാലാമത്തേത് എന്താ? ഖുർആൻ അവതരണം പൂർത്തിയായ വർഷം. ഖുർആൻ അവതരണം എത്ര വർഷം കൊണ്ടാണ് പൂർത്തിയായത്? 23 വർഷം കൊണ്ടാണ്. ഈ 23 എഴുതുമ്പോൾ ചില കുട്ടികൾ ഇങ്ങനെ എഴുതും, ചിലപ്പോൾ അത് 32 വായിക്കുക. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം, ഏത് അക്കം ഏത് ഭാഗത്താണ് ഇടുക എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇനി അഞ്ചാമത്തേത് എന്താണ്? ഖുർആനിലെ ജുസുകൾ. ഖുർആനിലെ ആകെ എത്ര ജുസുകളാണ്? 30 ജുസുകളാണ്. അപ്പോൾ ഖുർആനിലെ സൂറത്തുകൾ 114, മദനിയ 28, മക്കിയ 86, ഖുർആൻ അവതരണം പൂർത്തിയായ വർഷം 23, ഖുർആനിലെ ജുസുകൾ 30. അങ്ങനെ എഴുതാം. ഇനി നാലാമത്തെ ആക്ടിവിറ്റി എന്താണ്? പൂരിപ്പിക്കാം എന്നാണ്. 2 ചോദ്യങ്ങളാണുള്ളത്. അതിലൊന്നാമത്തെ ചോദ്യം എന്താണ്? സജദയുടെ ആയത്തുകൾ ഓതിയാൽ. അതിന് ശേഷം വരുന്നത് എന്താണ്? തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുക എന്നാണ്. സജദയുടെ ആയത്തുകൾ ഓതിയാൽ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുക. പിന്നെ ഒന്നാമത്തേത് സജദയുടെ ആയത്തുകൾ ഓതിയാൽ അവിടെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുക. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏതാണ്? അത് പരിശുദ്ധ ഖുർആനാണ്. ഇനി ഖുർആനിന് മാത്രം എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് പരിശുദ്ധ ഖുർആൻ. അപ്പോൾ അത് 2 പൂർത്തിയായി. ഇനി ഇവിടെ അർത്ഥം എഴുതാം. 5ാമത്തേത് അർത്ഥം എഴുതാം എന്ന് പറഞ്ഞിട്ട് ഖിറാഅത്തുൽ ഖുർആനി സുന്നത്തുൻ മുത്തബഅത്തുൻ യഅഖുദുഹാ അൽ-ആഖിറു അനിൽ അവ്വലി എന്നുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? പിൻഗാമികൾ മുൻഗാമികളിൽ നിന്ന് പഠിക്കേണ്ടതും അനുകരിക്കേണ്ടതുമായ ഒന്നാണ് ഖുർആൻ പാരായണം. അങ്ങനെ അർത്ഥം എഴുതാം. എന്താണ്? പിൻഗാമികൾ മുൻഗാമികളിൽ നിന്ന് പഠിക്കേണ്ടതും അനുകരിക്കേണ്ടതുമായ ഒന്നാണ് ഖുർആൻ പാരായണം. അങ്ങനെ അർത്ഥം എഴുതാം. ആശയം എഴുതാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്. ഇനി അടുത്തത് 6ാമത്തെ ഒരു ആക്ടിവിറ്റി ഇവിടെ കൊടുത്തിട്ടുള്ളത് വ്യക്തമാക്കാം എന്നാണ്. അതിൽ 3 ചോദ്യങ്ങളാണുള്ളത്. 1 തർത്തീൽ, 2 ഹദർ, 3 തദ്വീർ. നമുക്ക് പരിചയം ഉണ്ടാവും. അഥവാ വേഗത പരിഗണിക്കുമ്പോൾ ഖിറാഅത്തിൻ്റെ ഇനങ്ങൾ 3 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ 4ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതിൽ 1ാമത്തേത് തർത്തീലാണ്. തർത്തീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അർത്ഥം ചിന്തിച്ച് സാവധാനം പാരായണം ചെയ്യുക. അതാണ് തർത്തീൽ. അർത്ഥം ചിന്തിച്ച് സാവധാനം പാരായണം ചെയ്യുക. 2ാമത്തേത് ഹദറാണ്. പുസ്തകത്തിൽ അതേപോലെ തന്നെ കൊടുത്തിട്ടുള്ളത്. ഹദർ എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളും ഹറക്കത്തുകളും മാറിപ്പോവാത്ത രീതിയിൽ വേഗതയിൽ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. അക്ഷരങ്ങളും ഹർക്കത്തുകളും മാറിപ്പോവാത്ത രീതിയിൽ വേഗതയിൽ പാരായണം ചെയ്യുക. 3ാമത്തേത് തദ്വീറാണ്. തദ്വീർ പറഞ്ഞാൽ എന്താണ്? മിതമായ വേഗതയിൽ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. തദ്വീർ മിതമായ രീതിയിൽ മിതമായ വേഗതയിൽ പാരായണം ചെയ്യുക. ഈ 3 പ്രധാനമാണ്. അത് പഠിച്ചു വെക്കുക. ഇനി 7ാമത്തേത് 2 വീതം എഴുതാം എന്നുള്ളതാണ്. അതിൽ 2 ചോദ്യങ്ങളുണ്ട്. അതിൽ 1ാമത്തെ ചോദ്യം ഖുർആൻ ഓതുന്നതിൻ്റെ മര്യാദകൾ. ഖുർആൻ ഓതുന്നതിൻ്റെ മര്യാദകൾ നമ്മൾ കുറച്ച് അധികം പഠിച്ചിട്ടുണ്ടല്ലേ. അഥവാ ആദാബ് തിലാവത്തിൽ ഖുർആൻ എന്ന 3ാമത്തെ പാഠത്തിൽ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഖുർആൻ ഓതുന്നവൻ്റെ ശരീരവും വസ്ത്രവും ഓതുന്ന സ്ഥലവും ശുദ്ധിയുള്ളതായിരിക്കുക, ഖിബിലയിലേക്ക് തിരിയുക, തലമറക്കുക, സുഗന്ധം ഉപയോഗിക്കുക, മിസ്വാക്ക് ചെയ്യുക, അവതും ബിസ്മിയും കൊണ്ട് തുടങ്ങുക, തൗബ സൂറത്തിൽ ബിസ്മി ഓതരുത്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും എളുപ്പമുള്ള 2 നമുക്ക് എഴുതാം. പഠിക്കുമ്പോൾ കൃത്യമായിട്ട് എല്ലാതും പഠിച്ചു വെക്കുക. ഞാനിവിടെ 2 എഴുതുന്നു. ഒന്നിവിടെ എഴുതിയിട്ടുള്ളത് ഖിബിലയിലേക്ക് തിരിയുക, 2 തലമറക്കുക. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതുക. ഓർഡർ വേണം എന്നൊന്നുമില്ല. 2ാമത്തെ ചോദ്യം ഖുർആൻ ഓതുന്നത് കേൾക്കുന്നവൻ്റെ മര്യാദകൾ. ഖുർആൻ ഓതുന്നത് കേൾക്കുന്നവൻ്റെ മര്യാദകൾ 2 ഇവിടെ എഴുതാം. ഒന്നെന്താണ്? ശ്രദ്ധയോടെ കേൾക്കുക. 2 അർത്ഥം ചിന്തിച്ച് അതിലുള്ള ഉപദേശങ്ങൾ സ്വീകരിക്കുക. 2 എന്തൊക്കെയാണ്? 1 ശ്രദ്ധയോടെ കേൾക്കുക, 2 അർത്ഥം ചിന്തിച്ച് അതിലുള്ള ഉപദേശങ്ങൾ സ്വീകരിക്കുക.
ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാവിധ വീഡിയോകളും നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.